ഹലോ ഗായ്സ്, എന്നോട് പലരും ഇത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയ്ക്കിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിനക്ക് എന്തിനാണ് ഈ യൂട്യൂബ് ചാനലിന്? എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ? ജോലി അന്വേഷിച്ച് ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്യാൻ പോയാൽ എനിക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനൽ എന്നോട് ഉമ്മ ചോദിച്ചു, പെങ്ങൾ ചോദിച്ചു, അളിയൻ ചോദിച്ചു. ഒരുപാട് വട്ടം ഞാൻ തന്നെ ആലോചിച്ചൊരു കാര്യമുണ്ടോ അത്. ഞാൻ പണ്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിവിടെ ഫ്രണ്ട്സ് ആരുമില്ല. ഞാൻ ഈ ബഹ്റൈനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്കിവിടെ ഫ്രണ്ട്സ് ഒരാൾ പോലും ഇല്ല. എന്നിട്ടും ഞാനിവിടെ ഒറ്റയ്ക്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഒരു കമ്പനിയിൽ കയറി തെണ്ടി നടന്നാണ് ഒരു ജോലി സംഘടിപ്പിച്ചെടുത്തത്. ഓക്കെ, എൻജിനീയറിങ് എന്നൊരു ക്വാളിഫിക്കേഷൻ കൊണ്ട് 10 പൈസയുടെ ഗുണം ഉണ്ടാവില്ല എന്ന് ഓർത്തു പോയ കഴിഞ്ഞൊരു 3 മാസം കൊണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഈ സ്റ്റോറിയിലേക്ക് സ്വാഗതം. 3 months എന്ന് പറയാൻ കാരണം ഇപ്പോഴാണ് ജോലി ആയത്, അതുകൊണ്ടാണ്. ഇനി ഞാൻ രക്ഷപ്പെട്ടാൽ അത് നിങ്ങളിലൂടെ പടിപടിയായി തന്നെ വേണം എന്നെൻ്റെ ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിനും എൻ്റെ കൂടെ തന്നെ വേണം. രക്ഷപ്പെട്ടാലെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലല്ല കേട്ടോ, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് മീ രാംബോച്ചൻ, വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, ഈ കഥ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ തോന്നിയാൽ അമർത്തിക്കോട്ടോ. ഓക്കെ, ഈ ജീവിതം വഴിമുട്ടിയൊരു കാലം, എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല നിൽക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ഈ കോവിഡ് പ്രതിസന്ധിയിലൊക്കെ ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് പ്രവാസികൾ നാട്ടിലോട്ട് പോയി. അതിൽ 12 കൊല്ലം നിന്ന നാട്ടിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് പോയ ഒരാളാണ് ഞാൻ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡെയിലി ഒരു 1000 രൂപ ഉണ്ടാക്കാനൊക്കെ നമ്മൾ വിചാരിച്ചാൽ പറ്റൂലേ? പറ്റുമെന്നൊരു ദൃഢപ്രതിജ്ഞയും വിശ്വാസമൊക്കെ നമുക്കുണ്ടായിരുന്നു. ചെയ്യാത്ത പണിയില്ല കേട്ടോ. എൻജിനീയറിന് നാട്ടിൽ കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയോ? 15,000 രൂപയാണ്. 15,000 രൂപ കിട്ടിയ മാസം കിട്ടുമെങ്കിലും അതിനകത്ത് നമ്മളുടെ ഗൾഫിലേക്ക് കിട്ടുന്ന പോലെ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ അലവൻസോ ഫുഡ് അലവൻസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഡ്രൈവറിൻ്റെ പണിക്ക് പോയി, യൂബർ ഓടിക്കാൻ പോയി, പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. സെയിൽസ്മാൻ്റെ പണിക്ക് പോയി. അത് പിന്നെ ഡെയിലി 550 രൂപയും ഫുഡും കിട്ടുമായിരുന്നു കേട്ടോ സെയിൽസ്മാൻ്റെ പണിക്ക് പോയപ്പോൾ. സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയാൽ ശമ്പളം കൂടുതൽ കിട്ടിയൊരു ജോലി അതായിരുന്നു. ഈ പറഞ്ഞ 550 രൂപയും ഫുഡും. വാടക വീട്ടിലാണ് താമസം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാടക വീട്ടിലാണ്. വാടക കൊടുക്കാനൊന്നും വീട്ടിലെ ചിലവിനൊന്നും അത് തികയില്ല. വീട്ടിലെ ചിലവ് പോലും കറക്റ്റായിട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേലും ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാലോ എല്ലാവരും ഓടിപ്പോയി ഉമ്മ എടുത്ത് മോൻ ഇതുവരെ രക്ഷപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയുടെ സങ്കടം ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ ഈ പലർക്കും ഇതുപോലെ ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞിങ്ങനെ കുത്തി നോക്കില്ല, അതൊരു ഹോബിയാണല്ലോ, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക്. അതുപോലെ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഒരു പരിചയമുള്ളൊരു ബഹ്റിൻ ഫാമിലി, അവർ ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ ഉമ്മടുത്ത് ചോദിച്ചു. മോന് രക്ഷപ്പെട്ടില്ല ഇതുവരെ? അവനിപ്പോഴും അങ്ങനെ കാളടിച്ച് കിടക്കണോ? അവനെ പിടിച്ചൊരു പെണ്ണിനെ ഇട്ടിച്ചുവിടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്വന്തം കാര്യം പോലും വീട്ടിലെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത എന്നെ കൂടെ പിടിച്ച് പെണ്ണിട്ടിങ്ങനെ എങ്ങനെയാണ്? ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴേ തന്നെ അവരോട് ഞാൻ കാര്യം പറഞ്ഞു. ഉപദേശിക്കാനും സഹതപിക്കാനൊക്കെ ആർക്കും പറ്റും, ഒരു വാതിൽ തുറന്നു തരാൻ ഒരാളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് കേട്ട അയാൾ ഞെട്ടി. അയാൾ പറഞ്ഞു, മോനെ ബഹ്റൈനിൽ എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു വിസിറ്റ് വിസ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് നിനക്ക് അവിടെ പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കയറാൻ പറ്റുന്ന നിനക്കൊരു ഉറപ്പുണ്ടാവും. ഉറപ്പുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് കയറി വാ എന്ന് പറഞ്ഞു. അയാൾ എൻ്റെ അടുത്ത്, നീ അങ്ങനെ കയറി വരാനും നിനക്ക് താല്പര്യമുണ്ടെന്ന് നീ പാസ്പോർട്ട് കോപ്പി എനിക്ക് തരേ, ഞാൻ നിനക്ക് അവിടെ ഒരു വിസിറ്റ് വിസ അറേഞ്ച് ചെയ്ത് തരാം. നീ സ്വന്തമായിട്ട് വന്ന് കഷ്ടപ്പെട്ട് ജോലി കണ്ടുപിടിക്കാൻ പറ്റി, നീ അതിൽ വിജയിച്ചു, അത്ര തന്നെ. അല്ലാതെ എനിക്ക് അതൊന്നും ചെയ്യാനില്ല എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ആലോചിക്കട്ടെ, നോക്കാം എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഏതായാലും പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൊടുക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 12 കൊല്ലത്തോളം ഒരു വിദേശ രാജ്യത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വിസിറ്റ് വിസയിൽ അവിടെ വരിക, ജോലി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നും അതെന്തോരം വള്ളി പിടിച്ച പരിപാടിയാണെന്നൊക്കെ എനിക്കറിയാം. പാസ്പോർട്ട് കോപ്പി ഞാനപ്പോൾ തന്നെ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ കോൾ വന്നു, മോനെ വിസിറ്റ് വിസ സെറ്റായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു.
ഈസ്റ്റ് വിസയുടെ ക്യാഷ് കൊടുത്തത് അയാളാണ്. ഏകദേശം ഒരു 12,000 രൂപ അടുത്ത് വരും, 11,000 സംതിങ് എന്തോ രൂപയുണ്ട്. സത്യത്തിൽ ഞാൻ ഇവിടെ ഈ ബഹ്റൈനിൽ വരണമെന്ന് കരുതിയല്ല, പക്ഷേ വേറെ ഒരു വഴിയും മുന്നിൽ തുറന്നില്ല എന്ന് മാത്രമല്ല, ഒരാൾ എനിക്ക് വേണ്ടി വിസയ്ക്ക് കാശൊക്കെ മുടക്കിയതല്ലേ. അപ്പോൾ അത് നമ്മൾ പോവാതിരിക്കുന്നത് മോശമല്ലേ. എന്നാൽ വിസയുടെ കാശ് മാത്രം പോരാ, ടിക്കറ്റ് വേണം, ഇവിടെ വന്ന റൂം വേണം, ഫുഡ് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം. വല്ലാത്തൊരവസ്ഥയാണ്. ഉണ്ടായിരുന്നൊരു ആക്റ്റീവ ഞാൻ വിറ്റു. പൊട്ട വണ്ടി ആയിരുന്നു കേട്ടോ. സെൽഫ് വർക്കിംഗ് അല്ല, ബാറ്ററി കംപ്ലൈൻ്റാണ്. പിന്നെ ബ്രേക്ക് ഇല്ലാത്തത്, അതിൻ്റെ കോയിൽ ഒടിഞ്ഞിരിക്കണം. കാരണം കോയിൽ മാറ്റാനായിട്ട് ഏകദേശം കണ്ട് 1,200 രൂപയോളം വേണം. 1,200 രൂപ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാനത് കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് ഞാൻ ആ വണ്ടി അങ്ങനെ തന്നെ ഓടിച്ചുകൊണ്ട് കിടക്കണം. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നൊക്കെ അതിനകത്തായിരുന്നു. 2 ബ്രേക്കും ഇല്ല, ഫ്രണ്ടും ഇല്ല ബാക്കും ഇല്ല. രണ്ടിൻ്റെയും ബ്രേക്കിൻ്റെ കോയിലൊക്കെ മാറ്റി ബ്രേക്ക് പാഡൊക്കെ പുതിയിട്ട് സെറ്റാക്കണമെങ്കിൽ 1,200 വേണമെന്നാണ് ആ വർക്ക്ഷോപ്പ് അവിടെ പറഞ്ഞത്. 550 രൂപ ഡെയിലി സാലറി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ചെറിയ സേവിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററും അളിയനും അവർ ഹെൽപ്പാക്കി തരാമെന്ന് പറഞ്ഞാൽ ധൈര്യത്തിലാണ് നേരെ ബഹ്റൈനിലേക്ക് കയറി വന്നത് കേട്ടോ. ജോലി കിട്ടാതിരുന്നതിൻ്റെ റീസണൊക്കെ മുമ്പുള്ള വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അത് എപ്പോഴും ഇവിടെ ഞാൻ പറയല്ല. വിസ തീരാൻ പോകുന്ന മാസം, അതായത് ഈ മാസം ജൂൺ മാസമാണ് എനിക്ക് ഈ ജോലി ശരിയായത്. എല്ലാം പടച്ചവൻ്റെ കയ്യിൽ. നമ്മളൊന്നിലും പിന്മാറരുത്. നമുക്ക് ചാടിക്കിടക്കാൻ പറ്റിയ കുഴികൾ മാത്രമേ പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ളൂ. അത് നമ്മൾ തന്നെ ചാടിക്കിടക്കണം, അല്ലാതെ ക്രെയിനൊന്നും വരില്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു വട്ടം എന്നല്ല, ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും പിടിച്ചു നിൽക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചവൻ കൂടെയുണ്ട്, ഒരു വഴി കാണിക്കുമെന്നുള്ളൊരു ഉറപ്പിലും ഒരു പ്രതീക്ഷയിലുമാണ്. വെറുതെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടൺ കാണുമ്പോൾ അമർത്തിക്കോട്ടോ. പിന്നെ കഥ കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് പിന്നെ ഒരു ഫീൽ വേറെ വരുന്നത്. ഫീലല്ലെങ്കിലും പല കഥ കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ, നല്ല ലൈക്ക് ബട്ടൺ അമർത്തിക്കും. എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടമായി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തി എന്നെ ഒന്ന് ഹെൽപ്പാക്കണം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണ വീഡിയോ ഒക്കെ ബസ്സിലുള്ള യാത്രയാണല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും വീഡിയോ കാണുമ്പോൾ. ഈ ബസ്സിൽ പിന്നെ ഇത് എങ്ങോട്ട് പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകണതാണ്. ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, ജോലിക്ക് പോകണതാണ്. അപ്പോൾ നാളെയാണ് കമ്പനി അക്കോമഡേഷനിലേക്ക് മാറാൻ പോണത്. അപ്പോൾ ഈ ജോലിക്ക് പോകുമ്പോഴുള്ള സമയത്താണ് എനിക്ക് വീഡിയോ ചെയ്യാനും അതിനൊക്കെയായിട്ട് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചാനലിൻ്റെ ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞേ. നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ട് കയറുന്നത് എൻ്റെ കൂടെ തന്നെ അത് കാണാൻ നിങ്ങളും വേണം. പിന്നെ എനിക്കിങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടുത്തെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും എല്ലാം ഇങ്ങനെ അറിയിക്കണമെന്നുണ്ട്. അതറിയിക്കുമ്പോൾ അത് കേൾക്കാനും കുറച്ച് ആൾക്കാർ വേണം. പകരം ഇവിടെ നല്ലൊരു ഫ്രണ്ട്സോ, ഇനിയിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആകുമായിരിക്കും, കാരണം ഇത്രയും നാളും ജോലി അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് പറ്റി അങ്ങനെ ആരെയും എനിക്കിവിടെ കിട്ടിയിട്ടില്ല. പകരം എനിക്ക് കിട്ടിയേക്കണത് കുറച്ച് നമ്മളുടെ സഹതപിക്കാനും ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നല്ല റൂംമേറ്റ്സിനെയും കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ്. അവർ പോരെ ഫ്രണ്ടായിട്ട് അവർ പോരെയെന്ന് വെച്ചാൽ അവരെപ്പോഴും കൂടെ ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞു. നാളെ തൊട്ട് കമ്പനി അക്കോമഡേഷനിലേക്ക് മാറും. അപ്പോൾ നാളെ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ ആ പരിചയമുള്ളവരും ഉണ്ടാവില്ല, പിന്നെ പുതിയ ആൾക്കാരാണ്. കമ്പനിയിൽ അങ്ങനെ അധികം മലയാളികളൊന്നുമില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ കമ്പനി മുതലാളിയൊക്കെ മലയാളിയാണ് കേട്ടോ. ഇങ്ങനെ കമ്പനി മുതലാളിയുടെ അടുത്ത് പോയി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റില്ലല്ലോ, മോശമല്ലേ. നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ഒരു വഴിമുട്ടിയ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇതുപോലെ സങ്കടപ്പെടരുതെന്ന് ഞാൻ പറയില്ല, സങ്കടം എല്ലാവർക്കും വരും. നമ്മളതിലൊക്കെ ഈ ഒരു മനസ്സ് കുറച്ച് ഒരു ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളെ ഒരിക്കലും അവർ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഞാനതിനെ ജീവിച്ചത്. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ചാടിക്കടന്നപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ഒക്കെ ഇതൊക്കെ പടച്ചവൻ കാണണ്ടല്ലോ, എല്ലാത്തിനും ഒരു വഴി കാണിക്കുമെന്ന് പലരും പറയുകയും ചെയ്യും. പക്ഷേ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എത്ര പ്രതിസന്ധി നടന്നാലും എൻ്റെ ഉള്ളിനുള്ളിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ വിഷമിക്കാനായിട്ടൊരവസരം പടച്ചവൻ എനിക്ക് തന്നിട്ടില്ല. എങ്ങനെയൊക്കെ ഫുഡില്ലാതെ കാശില്ലാണ്ട് കിടക്കുമ്പോഴും കാശില്ലാതെ നിൽക്കുമ്പോഴും ഫുഡിന് കാശിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ പടച്ചവൻ അപ്പോഴപ്പോഴൊക്കെ നമുക്ക് ഓരോ വഴി തുറന്നു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാണ്ട് പട്ടി കിടക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിരിയാണി കഴിച്ചേക്കണത് ഈ വേറെല്ലാം വന്നിട്ട് കേട്ടോ. ചിലപ്പോൾ പള്ളികളിൽ നിന്ന് കൊടുക്കണ എന്തെങ്കിലും ഫുഡിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അന്ന് പല സമയത്ത് ഈ പള്ളികൾ എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും
നേർച്ചയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിരിയാണികൾ കൊടുക്കുന്ന സമയത്ത് ഒരു കാലത്തും ഈ പള്ളിയിൽ പൈസ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല. ഇന്ന് എന്ത് ചെയ്യും, ഒന്ന് കയ്യിൽ കാശില്ലല്ലോ, എന്ത് ചെയ്യും ഇന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അന്ന് ബിരിയാണി കൊടുക്കണേ. ഇത് കറക്റ്റ് സമയത്ത് ഒരു പള്ളി കടന്നു പോയത് കൂടെ. അപ്പോൾ നമ്മൾ അതേ പറയും, നമ്മൾ ദൈവം അങ്ങനെയൊന്നും നമ്മൾ കൈവിടില്ല. ദൈവം ഇനി കൈവിടാനും പരീക്ഷിക്കാനെന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തിലൊന്നുമില്ല ബാക്കി. പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് ഇനി ആകെ പരീക്ഷിക്കാനുള്ളത് എൻ്റെ ഒരു ജീവിതം ഓൾറെഡി കൂടി പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അരച്ച് കലക്കി വെച്ചേക്കുക. ഇനി പരീക്ഷിക്കാനുള്ളത് എൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടുള്ള കളി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരീക്ഷണവും ദൈവത്തിൻ്റെ കഴിഞ്ഞു. ഉണ്ടായിരുന്ന നല്ലൊരു വീട് പോയി, പെണ്ണ് പോയി, പെടക്കൂലി പോയി, കാറ് പോയി, എല്ലാം പോയി. എന്നിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ പോയിട്ടും എനിക്കിപ്പോഴും ഒരു മനസ്സിന് വിഷമമോ സങ്കടമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വീണ്ടും ഞാൻ തിരിച്ചുണ്ടാക്കും എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പ് അതെനിക്കുണ്ട്. ആ ഒരു ഉറപ്പിലാണ് ഞാൻ ജീവിച്ചു പോണതും. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് തുടങ്ങാൻ പോകുന്ന സമയത്ത് റൂംമേറ്റ്സ് 2-3 പേര് എന്നോട് പറഞ്ഞത്, മോനെ കണ്ടൻറ്റ് വേണ്ടേ, എന്താ നിൻ്റെ കണ്ടൻറ്റ്? നിനക്ക് എല്ലാ യൂട്യൂബ് ചാനലിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ, നിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കണ്ടൻറ്റും ഇല്ല, അതാണ് എൻ്റെ കണ്ടൻറ്റ്. മറ്റേ ഒരു പടത്തിൽ മറ്റേ ഇന്നസെൻ്റ് പറയണില്ലേ, എനിക്ക് ഒരു വിഷമമില്ല, അതാ ഇപ്പം എൻ്റെ വിഷമം എന്ന് പറയണില്ലേ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റും ഇല്ല, അതാണ് എൻ്റെ കണ്ടൻറ്റ്. ഡെയിലി അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കിതുപോലെ മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് പേര് വേണം. അതിന് ഇതുപോലെ ചാനലിങ്ങനെ മോണിറ്റൈസ് ആവണമെന്നോ അതിമേന്ന് ഇതുപോലെ മില്യൺ കണക്കിന് ആൾക്കാരെ അതിൽ കയറണമെന്നൊന്നുമല്ല. എനിക്ക് എൻ്റെ കഥകൾ കേൾക്കാൻ കുറച്ച് പേര് മതി, ഞാൻ അതിൽ ഹാപ്പിയാണ്. നിങ്ങളെന്തെങ്കിലും കൂടി കമൻറ്റ് കൂടി ചെയ്തു തരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആയേ. നിങ്ങളുടെ ഒരു കമൻറ്റ് കിട്ടി ഒരാൾക്ക് കുറച്ച് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ ചെയ്യടവേ, അതല്ലേ വേണ്ടേ? നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഞാനിങ്ങനെ കൊതിച്ചിരിക്കണേ കാണേ. അപ്പോൾ കമൻറ്റ് ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഞാനെന്നാലും ഈ പറഞ്ഞ പോലെ വരുന്ന കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊന്നും വരാറില്ല കേട്ടോ. വല്ലപ്പോഴും വല്ല കമൻറ്റ് എന്തെങ്കിലും വന്നാലേ, എന്നാലും വന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈ നമ്മൾ ലൈഫിൽ നമ്മൾ പല ഘട്ടത്തിലും നമ്മൾ ഈ ദൈവം വിട്ട പോലെ ഒരാൾ കാണും. ഈ ജോലി കിട്ടാൻ കാരണം ദൈവം വിട്ട പോലെ ഒരാൾ തന്നെയായിരുന്നു. അയാൾക്ക് ആ കമ്പനിയിലേക്ക് ഒരു സേഫ്റ്റി ഓഫീസറിനെ ആയിരുന്നു ആവശ്യം. സേഫ്റ്റി ഓഫീസറിന് വേണ്ടിയിട്ട് അയാൾ അതിന് പരസ്യം കൊടുത്തു. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, നമുക്ക് സേഫ്റ്റി ഓഫീസറിൻ്റെ ഒരു പണി അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇവൻ സേഫ്റ്റി ഓഫീസറാണല്ലോ, സിവിൽ എഞ്ചിനീയറാണല്ലോ, ഇവനിക്ക് സേഫ്റ്റി ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ, ഇനി എന്തിനാ മോനെ ഇങ്ങോട്ട് വന്നതെന്ന്. എനിക്ക് അപ്പോൾ ഇത് ഈ മറ്റേ ജോബ് വേക്കൻസിയിൽ ആ കൊടുത്തേക്കണത് വായിക്കാൻ പോലും എനിക്കറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ, ഇവിടെ എന്ത് പണി വേണമെങ്കിലും ഞാൻ എടുക്കും, എനിക്കൊരു വിസ വേണം, എനിക്കൊരു ജോലി വേണം, എനിക്ക് തന്നെ എൻ്റെ പ്രൊഫഷൻ തന്നെ വേണമെന്നില്ല. അപ്പോൾ സത്യത്തിൽ ഈ സേഫ്റ്റി ഓഫീസറെ വേണമെന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. എനിക്ക് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, GCC എക്സ്പീരിയൻസ് ഉണ്ട് 12 വർഷത്തെ, എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടല്ല, എന്നോടുള്ളൊരു മനസ്താപം തോന്നിയിട്ടാണ് പുള്ളി സേഫ്റ്റി എഞ്ചിനീയർ എന്നുള്ള ആ ഒരു ഇതാണ്ട് ഉപേക്ഷിച്ച് ശരി എന്നാൽ എനിക്കൊരു ജോലി കൊടുത്തേക്കാം എന്നൊരു മനസ്ഥിതിയിലേക്ക് പുള്ളി വന്നത്. സാലറി 12 വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ സാലറിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബഹ്റൈനിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ബേസിക് സാലറി ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, വീട്ടിലേക്ക് മാസം എനിക്കൊരു 10,000 രൂപയ്ക്കാൻ വീട്ടിലേക്ക് പറ്റണം. എനിക്ക് ആ ഒരൊറ്റ കാര്യത്തിലേക്ക് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്കിവിടെ പറ്റുന്നുണ്ട്, അതെനിക്ക് പറ്റും, അതും പറ്റും. പിന്നെ എൻ്റേതായ ചിലവുകൾ, എൻ്റേതായ കാര്യങ്ങളൊക്കെ നടക്കും. അത്യാവശ്യം നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ എൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ അതും ഭയങ്കരമാണ്. അത്രയും ഞാൻ വീട്ടിലേക്ക് അയക്കണം, അത്രയും കാശിനെ എനിക്ക് ചിലവിനും വരും. അപ്പോൾ അതൊക്കെ ഇവിടെ തള്ളി നീങ്ങി പോകണം. അപ്പോൾ എങ്ങനെ പോയാലും നാട്ടിലത്തെ പണി ഏകദേശം ഒരു 10-50,000 രൂപയോളം എനിക്കിവിടെ സാലറി ആയിട്ട് കിട്ടും, ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്, എനിക്കത് മതി. അപ്പോൾ അതാണ് എൻ്റെ ഇവിടെ വന്ന് ബഹ്റൈനിൽ വന്ന ഇപ്പോഴൊരവസ്ഥ. എൻ്റെ ബസ് സ്റ്റോപ്പ് എത്താറായിട്ടോ. ബസ് സ്റ്റോപ്പ് എത്തി, ബസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ബസ്സിലോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിലോ വരണം. എനിവേ, എൻ്റെ കൂടെ ഈ കഥ കേൾക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഉണ്ടാവുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടെങ്കിൽ കുറച്ച് പേര് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
ഇത് ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കാരണം അല്ലാതെ ഒരുപാട് സബ്സ്ക്രിപ്ഷനും ആൾക്കാരൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് 40 പേരുണ്ടെങ്കിൽ തന്നെ ഈ 40 പേരും എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. കാരണം ഞാൻ എൻ്റെ കോളേജ് ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഒന്നും ഈ ചാനലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റെ ഈ കഥ ഇങ്ങനെ കേട്ട് പരിചയമുള്ള ആൾക്കാരെ വേണ്ട. മുട്ടൻ വെയിലാണ് കേട്ടോ. മുട്ടൻ വെയിലെന്ന് പറഞ്ഞാൽ ഗൾഫിലത്തെ വെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ശരി, ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ബൈ. താങ്ക്സ് ടു ഓൾ.